ദൈവത്തിന് നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ, ചിലരെ മറികടന്ന് ആ വിടുതൽ നിന്റെ വീട്ടിൽ വരും. ചിലരെ മറികടന്ന് ആ അഭിഷേകം നിന്റെ മേളിൽ വരും. ചിലരെ മറികടന്ന് പലരും അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്, പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പലരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നീ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലായിരിക്കും, പ്രാർത്ഥിക്കുന്ന പോലും ഇല്ലായിരിക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട്, താങ്കൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട് ആ ദൈവപ്രവൃത്തി താങ്കളുടെ മേൽ വെളിപ്പെട്ടു വരും. യെരൂശലേമിൽ ആട്ടുവാതുക്കൽ 5 മണ്ഡപം ഉണ്ടായിരുന്നു. 5 മണ്ഡപങ്ങളിൽ നിറയെ രോഗികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. യോഹന്നാൻ 5-ലാണ് അത് വായിക്കുന്നത്. പക്ഷേ ആ 5 മണ്ഡപങ്ങളിൽ കിടന്ന രോഗികളെ പലരെയും മറികടന്ന് നടന്നാണ് യേശു കർത്താവ് 38 വർഷം കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ അരികിൽ വന്നതും അവനെ സൗഖ്യമാക്കിയതും. ഇതാ ചിലരെ മറികടന്ന് വരുന്ന സൗഖ്യം, ചിലരെ മറികടന്ന് വരുന്ന അഭിഷേകം, ചിലരെ മറികടന്ന് വരുന്ന നിറവുകൾ.